റേഷൻ കാർഡിനെ പറ്റി ചെറിയൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. കേരളത്തിൽ ആകെ 5 തരം റേഷൻ കാർഡുകളുണ്ട്. AAY, EHH, NPS, NPNS, NPI. അത് നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മഞ്ഞക്കാർഡ്, പിങ്ക് കാർഡ്, നീലക്കാർഡ്, വെള്ളക്കാർഡ്, ബ്രൗൺ കാർഡ്. മഞ്ഞക്കാർഡ് എന്നാൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും താഴേക്കിടയിലുള്ളവർ. അവർക്ക് ഒരു മാസം 35 കിലോ ഭക്ഷ്യധാന്യം. അത് നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്നത് 30 കിലോ അരി, 3 ആട്ട, 2 ഗോതമ്പ്. PHH അഥവാ പിങ്ക് കാർഡ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അടുത്ത കാർഡാണ്. അതിൽ ഒരംഗത്തിന് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും, മൊത്തം 5 കിലോ. അതിൽ തന്നെ 4 പേരോ അതിൽ കുറവുമാണ് അംഗങ്ങളായിട്ടുള്ളതെങ്കിൽ അവർക്ക് 4 ആട്ടയാണ് കിട്ടുക, 4 ഗോതമ്പല്ല. അതിന് മേലോട്ടുള്ളവർക്കാണ് ഗോതമ്പ് കിട്ടുക. പിന്നെ വരുന്നത് NPS, നോൺ പ്രയോറിറ്റി സബ്സിഡി അഥവാ നീലക്കാർഡ്. അവർക്ക് ഒരംഗത്തിന് 2 കിലോ അരി, അതിന് പൈസയുണ്ട്, കിലോ 4 രൂപ. അതിന് മേലെ വരുന്നത് NPNS, നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി. അതിൽ 1 കിലോ അരിക്ക് 10 രൂപ 90 പൈസയാണ്. അത് ഓരോ മാസവും അതിൻ്റെ ആ കാർഡിലുള്ള അരിയുടെ അളവ് മാറിക്കൊണ്ടിരിക്കും. ഈ മാസം 7 കിലോ ആണ്, കഴിഞ്ഞ മാസം 4 കിലോ ആയിരുന്നു. അത് ഓരോ മാസവും ഇങ്ങനെ നമുക്ക് കിട്ടുന്ന സ്റ്റോക്കിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, കേരളത്തിൽ കിട്ടുന്ന സ്റ്റോക്കിനനുസരിച്ച്. അതിനും മേലെ വരുന്ന ഒരു കാർഡ് കൂടിയുണ്ട്, NPI. മേലെ എന്നല്ല, NPNSൻ്റെ അതേ തുല്യമായിട്ട് വരുന്നതാണ്. NPI എന്ന് പറഞ്ഞാൽ നോൺ പ്രയോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന കോൺവെൻറ്റ്, മഠം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന അന്തേവാസികളല്ല, അവിടുത്തെ സ്റ്റാഫുകൾ ഉണ്ടാവല്ലോ, അവരും അവരുടെ വീട് വിട്ടിട്ട് കാലങ്ങളായിട്ട് അവിടെ തന്നെ നിന്ന് സേവിക്കുന്നവരാണ്. അവർക്കുള്ള കാർഡാണ് NPI, ബ്രൗൺ നിറത്തിലുള്ളത്. അവർക്ക് ഒരു മാസം 2 കിലോ അരി, 3 കിലോ അരി, അതും ഇതേപോലെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. 10 രൂപ 90 പൈസ വെച്ചിട്ടാണ് അവർക്കും ഈ അരി കിട്ടുന്നത്. നിങ്ങളുടെ കാർഡിനെ പറ്റി ഏകദേശം ഒരു ധാരണയായില്ലേ? ഒരു അറിവും ചെറുതല്ല. ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ.